ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ലാപ്പത്ത ലേഡീസ് എന്ന് പറഞ്ഞ സിനിമ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. 99 റുപ്പീസുള്ള ടിക്കറ്റ്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. ഇന്ന് 99 റുപ്പീസ് ഉണ്ട് ഈ സിനിമകൾക്ക്. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഉണ്ട്. ജസ്റ്റ് 188 റുപ്പീസ്. അതായത് സ്പെഷ്യൽ കാർഡ് ഉള്ളതുകൊണ്ട് എനിക്ക് വീണ്ടും ഡിസ്കൗണ്ട് കിട്ടി. ബുക്കായിട്ടുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ അമീർ ഖാൻ്റെ എക്സ് വൈഫ് കിരൺ റാവു ഉണ്ട് അതിൻ്റെ ഡയറക്ടർ. സ്ക്രീൻ 3 അവിടെ ഇപ്പോൾ മോട്ടറൈസ്ഡ് സ്ക്രീനൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ സ്ക്രീൻ 3ലാണ് കേട്ടോ. ഫിലിമിൻ്റെ റേഷ്യോ അനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റുന്ന മോട്ടറൈസ് സ്ക്രീൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഉപ്പിലിടാൻ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സിനിമ കണ്ടപ്പോൾ വീട്ടിലെത്തി. കിരൺ റാവു എന്നുള്ള ഡയറക്ടറിന് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അമീർ ഖാൻ്റെ എക്സ് വൈഫും കൂടിയാണ് ആള്. ലഗാൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറും കൂടിയായിരുന്നു. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്ന കാര്യം എന്താണെന്ന് പറയുമ്പോൾ പീപ്പിളി ലൈവ് എന്നുള്ളൊരു സിനിമയാണ്. കിടിലം പടം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ മസ്റ്റായിട്ട് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കലക്കൽ സിനിമയായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണെന്ന് പറയാം. അതായത് ഈ നാട്ടും പ്രദേശത്ത് നടക്കുന്ന സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കോമഡി രൂപത്തിൽ അവതരിപ്പിച്ചിട്ട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് പടം. ശരിക്കും എൻജോയ് ചെയ്യുന്നു ഞാൻ. ശരിക്കും അനുഭവിക്കും ഭയങ്കര ഇഷ്ടമായി. സബ് ടൈറ്റിലും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അനുഭവിക്ക് ഓരോ ഡയലോഗ്സും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റി. കലക്കം പടം. കലക്കം പടം. ഈ പടം ഞാൻ നേരത്തെ കാണാമായിരുന്നു. കാരണം ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഓണസ്റ്റി ഉണ്ടല്ലോ. അതായത് ആ റോളിൽ കൊടുത്തിരിക്കുന്ന നീതി, അത് അഭിനയിച്ചിരിക്കുന്ന അവരുടെ ആ രീതി കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ റൂട്ടഡ് ആയി പോകും. നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് എന്തോ കുറച്ച് സിനിമ കണ്ടിറങ്ങുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ നിൽക്കും. അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഈ ഒരു ജേണിയിൽ ഈ ആ ഒരു 2 വില്ലേജിലൂടെ നമ്മൾ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും രസമായിട്ടാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതിയിരിക്കുന്നതും അത് നടീനടന്മാരെ അവതരിപ്പിച്ചിരിക്കുന്നതും. ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളുമാണ് തന്നെ. മ്യൂസിക് ചെയ്തിരിക്കുന്ന രാം സമ്പത്താണ്. ബാക്കിയുള്ള എനിക്ക് ഒന്ന് നോക്കി പറയേണ്ടി വരും. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അമീർ ഖാനാണ്. അമീർ ഖാനിന് വലിയൊരു നന്ദി. കാരണം ഇങ്ങനൊരു സിനിമ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ജ്യോതി ദേശ്പാണ്ഡെ ഉണ്ട്. പണ്ട് പുള്ളിക്കാരി ഇപ്പോൾ വയക്കോമിൻ്റെ എന്തോ ഹെഡൊക്കെയാണ്. പണ്ട് എറോസ് ഇന്റർനാഷണൽ ഹെഡായിരുന്നു പുള്ളിക്കാരി. പിന്നെ സ്റ്റാറിങ് നിതാൻഷി ഗോയൽ. ഫൂൽ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു റോളായിരുന്നു. അത് ഭയങ്കര ആ ഒരു ഇന്നസെൻസ് ആ കുട്ടി ഭയങ്കര നന്നായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ. പ്രതിഭ റാണ ആസ് പുഷ്പ റാണി അല്ലെങ്കിൽ ജയ. ഒരു രക്ഷയിലടെ. കിടിലൻ സ്ട്രോങ് എന്താണ് ഫീമെയിൽ ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രോങ് ലേഡി പോർട്രയൽ എന്ന് പറയേണ്ടി വരും. അത് ആ ഒരു ഗ്രാഫ് കാണണം ആ ക്യാരക്ടറിൻ്റെ. അടിപൊളിയായിരുന്നു. അടിപൊളി. സ്പർശ് ശ്രീവാസ് ആസ് ദീപക് കുമാർ. ആ പുള്ളിക്കാരൻ്റെ പല എന്താണ് ഇമോഷൻസ് കൺവേ ചെയ്തിരിക്കുന്ന രീതി. അതായത് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അല്ല, അത് ഞാൻ പറയണില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോകും. എന്തായാലും നിങ്ങൾ ട്രെയിലർ പോലും കാണണ്ട, ഡയറക്ടർ പോയി പടം കാണുന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ ക്യാരക്ടർ കുറേ മാനസികാവസ്ഥയിലൂടെ പോകുന്നുണ്ട്. ആ മാനസികാവസ്ഥ ഈ പയ്യൻ ഈ സ്പർശ അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്പർശ ഇതിനു മുന്നേ ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഗംഭീര ആക്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി ആക്ടിങ്. ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഫ്രഷ് ഫേസസ് ആണ്. ഇതിനകത്ത് ആകെ ഞാൻ കണ്ടേക്കണ 2 നടീനടന്മാരെന്ന് പറഞ്ഞാൽ ഒന്ന് രവികിഷനും വേറൊന്ന് ഛായാഗ്രഹവുമാണ്. ഈ രവികിഷന്റെ റോള് പോലീസുകാരൻ്റെ റോളാണ്. പുള്ളി അത് ചെയ്തു വെച്ചേക്കണാണ്. ഈ ഫുൾ സിനിമ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യത്തിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ പോലും അത് മൊത്തം കോമഡിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾ കോമഡി സീനിൽ പീപ്പിൾ ലൈവ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ. അതായത് പീപ്പിൾ ലൈവിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ കാര്യമാണ് കട്ട കോമഡി രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേ പാറ്റേൺ ആണ് ഈ സിനിമയിലുള്ളത്. ഇവർക്ക് എന്താണ് എനിക്കൊന്ന് ഈ അമീർ ഖാൻ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമകളുടെ പ്രത്യേകത ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട കാര്യം വളരെ ലൈറ്റായിട്ടുള്ള ഈ നർമ്മത്തിലൂടെ ഈ സാധനം അവതരിപ്പിക്കുന്നതാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ഈ സിനിമ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കാണേണ്ട പടമായിരുന്നതാണ്. കാരണം ഇതിൻ്റെ ട്രെയിലർ ഞാൻ വേറെ സിനിമ കാണാൻ പോയപ്പോൾ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇങ്ങനെ ഡിലേ ആയിപ്പോയി. ഇവിടെ മലയാളം സിനിമകൾ ഒരുപാട് വന്നു പോയതുകൊണ്ട് ഞാനിത് ഡിലേ ആയിപ്പോയി. എന്തായാലും സൂപ്പറായിരുന്നു. സൂപ്പർ പടം. അത് ബെസ്റ്റ് കോമഡി പടം ഞാൻ ഈ അടുത്ത് കണ്ടതിൽ. അത്രയും ചിരിക്കാനുണ്ടായിരുന്നു. ഹിന്ദി
ഇപ്പോൾ മലയാളത്തിൽ പ്രേമലു കൊണ്ട് എനിക്ക് അത്ര ഇഷ്ടം. പ്രേമലു 3 തവണ കണ്ട്. എന്താ നമ്മുടെ ഈ പീപ്പിളിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അപ്പം കുറേ നാളായിട്ട് ഹിന്ദിയിൽ നല്ലൊരു ക്വാളിറ്റി കോമഡി സിനിമ കണ്ടിട്ട്. കാരണം പൊതുവെ വരുന്ന എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡബിൾ മീനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ചളി കോമഡി അതൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ചളി കോമഡി എനിക്ക് ഇഷ്ടപ്പെടായികയൊന്നുമില്ല. ഞാനിപ്പോൾ ധമാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. നമ്മുടെ മലയാളത്തിൽ അത് 3 Kings ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രവി കിഷൻ്റെ റോള് സൂപ്പർ. പിന്നെ ചായക്കഥ, ഇതിനകത്തൊരു ചായക്കടക്കാരിയുടെ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചായക്കട നടത്തുന്ന ഒരു സ്ത്രീയുടെ ഒരു റോളാണ്. ആ സ്ത്രീനെ എഴുതിയിരിക്കുന്ന രീതി, ആ സ്ത്രീയാണ് ഇതിനകത്തുള്ള ആ നിതാൻഷി ഗോയൽ ഫൂൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇങ്ങനെ ധൈര്യം പറഞ്ഞു കൊടുക്കുന്നതും പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നതും. ഇവർ രണ്ടുപേരുടെ കോൺവെർസേഷൻസ്, ഒരു എങ്ങനെ ആയിരിക്കണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരു വനിത, എങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യ, അങ്ങനത്തെ കുറച്ച് കോൺവെർസേഷൻസ് ഉണ്ട്. എൻ്റെ അമ്മോനെ കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. അത് ഞാൻ കൂടുതലൊന്നും പറയാനുള്ള, അത് നിങ്ങൾ കാണുക. ഇതൊരു ഐ ഓപ്പണർ ആയിട്ടുള്ള ഒരു മൂവിയും കൂടിയാണ് ചില നാട്ടും പ്രദേശത്തുള്ള പെൺകുട്ടികൾക്കൊക്കെ. ഭയങ്കര രസമുള്ളൊരു പടമാണ്, ഭയങ്കര രസമുള്ള പടം. ഇതിനകത്ത് ഭയങ്കര കുറേ സാധനങ്ങൾ, അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സാധനമാണ് ആക്ച്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ കുറേ കോൺവെർസേഷൻസ് ഉണ്ട്. സ്വന്തം വീട്ടിലേക്കുള്ള അഡ്രസ്സോ ഫോൺ നമ്പർ പോലും അറിയാത്തൊരവസ്ഥ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇത് അഡ്രസ്സ് ചെയ്യുന്നത് കേരളവും മറ്റോ മറിച്ചൊന്നും അല്ല, ബീഹാർ ഒരു സംഭവമാണ് അഡ്രസ്സ്, ഛത്തീസ്ഗഡ് ആ ഭാഗമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ഇപ്പോഴും ഉണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടി നിൽക്കുന്ന സ്ത്രീകളായിട്ടുള്ളവർ, അവർക്ക് സ്വന്തം വീട്ടിലേക്ക് വരാനുള്ള വഴി പോലും അറിയില്ല, ഭർത്താവിൻ്റെ പേര് പോലും സംസാരിക്കില്ല, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ കാലഘട്ടം ഇതിനകത്ത് കാണിക്കുന്നത് 2001 ആണ്. ആ കാലഘട്ടം ഉറപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കവന പേറെ ഇറങ്ങിയ കൊല്ലം ഈ സിനിമയിൽ അവരുടെയൊക്കെ ജോഷ് കവന പേറയുടെ പോസ്റ്ററൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര നൊസ്റ്റു പിടിച്ചു എനിക്ക്. കാരണം പിന്നെ അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഈ വെയിറ്റ് നോക്കണ ഒരു കളർഫുൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടത്. അത് ആ ഒരു കാലഘട്ടം എന്നുള്ള കാണിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ആർട്ട് വർക്ക് ആയിക്കോട്ടെ, ആ ഡീറ്റെയിലിങ്, ഈ കാര്യങ്ങളൊക്കെ ഡയറക്ടറും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ. സൂപ്പർ. എനിക്ക് തോന്നുന്നത് റീമ ഘാട്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ കിരൺ റാവു ഒക്കെ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തവരാണെന്നുണ്ട്. അവർ ഓരോ ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം സിനിമയിൽ എപ്പോഴും ഞാൻ പറഞ്ഞേക്കാം, സിനിമയിലുള്ള ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ്. മെയിൻ ഡയറക്ടേഴ്സ് കാര്യങ്ങളൊക്കെ പറയും, അസിസ്റ്റന്റ് ഡയറക്ടറാണ് കൂടുതൽ പണിയെടുക്കുക എന്നുള്ളത്. ഫിസിക്കലായിട്ടുള്ള ജോബ്സ് ആയാലും ഒക്കെ കൂടുതലും ചെയ്യുന്ന പട്ടിപ്പണി എടുക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പിന്നീട് ഡയറക്ടേഴ്സ് ആകുമ്പോൾ കീഴിലായിരിക്കും. മലയാളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ബേസിൽ ജോസഫ്, ഗണേശ് രാജ്, നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ്, ഇവർ 3 പേരുമായിരുന്നു തട്ടത്തിൻ മറയത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. ഇപ്പോൾ അവർ 3 പേരും അവിടെ എത്തി നോക്കി, മനസ്സിലായില്ലേ? അതാണെന്ന് വെച്ചാൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്ന ആൾക്കാർ. ഇപ്പോൾ രഞ്ജിത്ത് എടുത്ത് നോക്ക്, നേരത്തെ പത്മരാജന്റെ ആയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടല്ലേ, കുറേ പേര് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ സുഷിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മച്ചാനാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അല്ലല്ലോ, നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്രിസ്റ്റോ, അപ്പം അങ്ങനെ കുറേ ഉണ്ട്. അതായത് അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, നല്ല നല്ല ആൾക്കാരുടെ അടുത്ത് അസിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ പിന്നീട് സ്വന്തം വർക്കിലേക്ക് വരുമ്പോഴേക്കും അവർ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇതിലും ഫീൽ ചെയ്തു. കിരൺ റാവു അങ്ങനെ വെറുതെ ചവറ് പോലെ പടം ഇറക്കുന്ന ഒരു ഡയറക്ടർ അല്ല. അത് കാണണ്ട, ആ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നുള്ളൊരു സാധനം കാണാനുണ്ട്. കിടിലായിരുന്നേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തിക്കാനും ഉണ്ടാവും, ഒരുപാട് സന്തോഷം തോന്നും. അങ്ങനത്തെ ഒരു സിനിമയാണ്, ഒരു ഫീൽ ഗുഡ് കോമഡി പടമാണ്. പക്ഷേ ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ആണെന്ന് തോന്നുന്ന വിധത്തിൽ ആരുടെയെങ്കിലും ഒക്കെ ലൈഫിൽ അവിടെ ഉള്ളവർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം. എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഇത് എന്തോ ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ട് അതിനെ ബേസ് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് ടെക്നീഷ്യൻസിന് എനിക്ക് എടുത്ത് പറഞ്ഞാൽ പറ്റുള്ളൂ. സിനിമാറ്റോഗ്രാഫർ വികാഷ് നൗലാഖ, എനിക്ക് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. ജബീൻ മർച്ചന്റ് ആണ് എഡിറ്റർ. ജിയോ സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. പടം 124 മിനിറ്റ് ആണ്. സമയം പോയത് അറിഞ്ഞേയില്ല. അത്ര രസമാണ്. ഫസ്റ്റ് ഹാഫ് ആയതൊക്കെ ഇങ്ങനെയായിരുന്നു. അത്ര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു പടവും കൂടിയാണ്.
എന്താണ് ഇത് തിയേറ്ററിൽ ഇപ്പോൾ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഒരു റിഗ്രറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നേരത്തെ കാണാമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടവരാണെങ്കിൽ എന്തായാലും ഒന്ന് അഭിപ്രായം എന്താണെന്നുള്ള ഷെയർ ചെയ്യുക. ഈ അടുത്ത് ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ഹിന്ദി മൂവീസ് ആണ് കേട്ടോ. കാരണം ഈ ചപ്പും ചവർ കുറേ കൂതറ ഹിന്ദി പടങ്ങൾ വരുന്ന സമയത്താണ് ഇങ്ങനൊരു സ്റ്റാൻഡേർഡ് ഹിന്ദി പടം കണ്ടത്. സൂപ്പർ പടം, സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അതിനൊരു വെൽ ബാലൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അതായത് ഒന്നും ഓവറായിട്ട് പോയിട്ടില്ല, എങ്ങും താഴെയും പോയിട്ടില്ല. ഇതിൻ്റെ ഗ്രാഫ് അടിപൊളിയായിരുന്നു. സൂപ്പർ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുന്ന ഞാൻ പറയും. കാരണം കുറേ നാൾക്ക് ശേഷം നല്ലൊരു ഹിന്ദി സിനിമ ഉണ്ട്. അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഒരു സ്റ്റാൻഡേർഡ് പടം. എന്നാൽ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള പടമല്ല, എന്താണ് ബോറിങ് രീതിയിലുള്ള പടമല്ല, ഭയങ്കര എൻജോയിങ് കോമഡി ആയിട്ടുള്ള ഒരു പടം. ഫുൾ എൻ്റെ സൈഡിൽ എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും മച്ചാനും അവൻ്റെ ഫ്രണ്ട്സുമാണ്. അതുപോലെ എല്ലാവരും ഫോറിനേഴ്സ് ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. നല്ല രസം വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ മറ്റേ ഓഫർ ഉണ്ടായിരുന്നു, 99 റുപ്പീസ് എന്നുള്ളത് ആയിരുന്നു. എൻ്റെ കാർഡ് കൊണ്ട് കൊടുത്തപ്പോൾ എനിക്ക് ഒരു ടിക്കറ്റ് 93 92 സംതിങ് ആയുള്ളൂ. എങ്ങനെ നോക്കിയാൽ ഞാനിതിപ്പോൾ 150 രൂപ കൊടുത്ത് കാണാൻ ഞാൻ റെഡി ആയിരുന്നു. കാരണം നല്ല പടം, നല്ല സിനിമ. ഞാൻ 150 രൂപ കൊടുത്തിരുന്നെങ്കിലും 2 ടിക്കറ്റ് എടുത്ത് മറ്റേ ടാക്സും എല്ലാം കൂടി പേ ചെയ്ത് ബുക്ക് മൈ ഷോ തേങ്ങ മാങ്ങ എല്ലാം കൂടി ചെയ്താൽ പോലും ഒരു 400 ആയാൽ പോലും എനിക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ലായിരുന്നു. നല്ല പടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് കൊടുത്ത പൈസയ്ക്ക് മൂല്യം കിട്ടുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. നല്ല ഒരു ഹാപ്പി പടം, സൂപ്പർ പടം. എന്നാൽ ഒരുപാട് ചിന്തിക്കാനുണ്ട്. സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സും ഇതിൽ 3 ഫീമെയിൽ ക്യാരക്ടേഴ്സും കിടില്. പിന്നെ പറയാൻ പറ്റുമോ, ഇതിനകത്ത് ഈ നായകൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ദീപകിൻ്റെ വീട്ടിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതായത് ദീപകിൻ്റെ അച്ഛൻ ബിഹേവ് ചെയ്യുന്ന രീതി, അമ്മ ബിഹേവ് ചെയ്യുന്ന രീതി, അമ്മായിയമ്മയും ആയിട്ടുള്ള, അതായത് അമ്മുമ്മയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അവരുടെ ഒരു റാപ്പോ, പിന്നെ അതുപോലെ ചേടത്തി അമ്മ, അങ്ങനെ കുറേ, പിന്നെ അവിടുത്തെ ഒരു കൊച്ച്, പിന്നെ ഈ ദീപകിൻ്റെ കുറച്ച് കൂട്ടുകാർ, അതായത് കൂട്ടുകാരൊരു മച്ചാൻ ഇങ്ങനെ കാല് മറ്റേ സ്റ്റെപ്പൊക്കെ ചെയ്യണം. രസം വരുന്നത് ഒരു ഭയങ്കര രസമുള്ള പടമാണ്. ഈ ചിരിയോടുകൂടിയേ നമുക്ക് ഈ സിനിമയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുകയും ചെയ്യും പല കാര്യങ്ങൾ. എസ്പെഷ്യലി ഗേൾസ് കണ്ടിരിക്കേണ്ട പടമാണ്, എന്തായാലും കണ്ടിരിക്കണം. പ്രത്യേകിച്ച് നാട്ടിൻപുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ OTT ഒന്ന് കണ്ടുപോക്കുക. കാരണം ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റുന്ന ഒരു പടമായിരിക്കും. അത് എനിക്ക് തോന്നി. അങ്ങനെ ഈ സിനിമയിൽ എനിക്ക് ഒരു പ്ലസ് പോയിന്റ് കൂടി തോന്നി. ഇതിലെ പാട്ടുകൾ പാടിയിരിക്കുന്ന എല്ലാവരും നല്ല സ്റ്റാൻഡേർഡ് സിംഗേഴ്സാണ്. ഇപ്പോൾ ഈ റീൽസിലൊക്കെ വന്നിട്ട് കുറേ പ്രാന്ത് പാട്ടൊക്കെ പാടിപ്പോകുന്ന ടീമുകളൊന്നും ഇതിനകത്ത് എടുത്തിട്ട് പോലുമില്ല. ബോളിവുഡ് മ്യൂസിക് ഇൻഡസ്ട്രിയെ തകർക്കുന്ന കുറേ വട്ടന്മാരുണ്ട്. കുറേ പാർട്ടി സോങ്സ് മാത്രം ഇറക്കി മനുഷ്യനെ വെറുപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ടീമിനെ ഈ സിനിമയിലേക്ക് എടുത്തിട്ടേ ഇല്ല. അത് തന്നെ ഒരു ബിഗ് തംസപ്പ് അർഹിക്കുന്നു ഡയറക്ടറിന്. കാരണം ഈ റീൽസിൽ മാത്രം ഹിറ്റ് അയക്കുന്ന കുറേ പാട്ടുകളുണ്ട്. പിന്നെ ഒരു മനുഷ്യനും ഓർക്കൂല. ആ റീൽസ് കുറച്ച് കഴിയുമ്പോൾ വെറുക്കുകയും ചെയ്യും. അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ വെറുപ്പിക്കൽ പാട്ടുകാരെ മ്യൂസീഷ്യൻസ്, സോ കോൾഡ് മ്യൂസീഷ്യൻസ് ഒന്നും 7 കാലത്ത് അടിപ്പിച്ചിട്ടില്ല ഡയറക്ടർ. അത് തന്നെ വലിയ കാര്യം. പണ്ടൊക്കെ ബോളിവുഡ് സിനിമയിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്ത് രസമായിരുന്നു അറിയാമോ. ഇപ്പം കുറേ ക്ലബിലിടാൻ പറ്റിയ ടൈപ്പ് മാത്രം കുറേ സാധനങ്ങൾ ഇറക്കും. അതും സ്വന്തമായിട്ട് ഇറക്കൂല, പഴയ പാട്ടിൻ്റെ റീമിക്സ് ഒക്കെ വെച്ചിട്ട്. ആ വക അപരാധ മ്യൂസീഷ്യൻസിനെയും പാട്ടുകാരെയൊന്നും ഈ സിനിമയിൽ എടുക്കാത്തതിന് ഒരുപാട് നന്ദി. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി പടം.